ജാസ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാൻ 2024 മെയ് മാസത്തിൽ യൂറോപ്പിലേക്ക് ഒരു ടൂർ പോയിരുന്നു. ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. ആ രാജ്യങ്ങളിൽ കണ്ട കാഴ്ചകൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കാമെന്ന് തീരുമാനിച്ചു. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിലേക്കാണ് ആദ്യം പോയത്. കൊച്ചിയിൽ നിന്നും മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടെ നിന്ന് പാരീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇന്നത്തെ വീഡിയോയിൽ പാരീസിലെ വിവരങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി ഞങ്ങൾ പോയത് പാരീസിലെ ഷാം ഡെ മാസ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈഫൽ ടവർ കാണാനാണ്. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് പണിയുന്നത്. മുഴുവനായും ഇരുമ്പിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോപുരമാണിത്. സെയിൻ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ ഉയരം 324 മീറ്ററാണ്. അതായത് ഏകദേശം 81 നിലകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ അത്രയും ഉയരം. ഇതിൻ്റെ മുകളറ്റം വരെ കയറാവുന്നതാണ്. ഗോവണി വഴിയോ ലിഫ്റ്റ് വഴിയോ കയറാം. പ്രവേശനം ടിക്കറ്റ് വെച്ച് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതിന് ചിത്രത്തിൽ കാണുന്നത് പോലെ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. 3 ലെവൽ എന്നാണ് പറയുന്നത്. ഓരോ ലെവലിൽ കയറുന്നതിനും പ്രത്യേകം ടിക്കറ്റ് നിരക്കാണ്. ഞങ്ങൾ സെക്കൻഡ് ലെവൽ വരെയാണ് കയറിയത്. ഇനി ഈഫൽ ടവറിൻ്റെ സെക്കൻഡ് ലെവലിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ചില കാഴ്ചകൾ കാണാം. രാത്രിയിലെ ഈഫൽ ടവർ അതിമനോഹരമായ കാഴ്ചയാണ്. മഞ്ഞ ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന ഈഫൽ ടവറിൻ്റെ മനോഹാരിത വിവരണാതീതമാണ്. എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ശേഷം അരമണിക്കൂർ ഇടവിട്ട് 5 മിനിറ്റ് ലൈറ്റ് ഷോയുണ്ട്. അപ്പോൾ കുറച്ച് വൈറ്റ് ലൈറ്റ് മിന്നുന്നതായിട്ട് കാണാം. രാത്രിയിലെ ഈ അതിമനോഹര കാഴ്ച കാണുവാനായി നിരവധി ജനങ്ങൾ എത്താറുണ്ട്. ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ശവകുടീരമാണിത്. നെപ്പോളിയൻ ഒരു ഫ്രഞ്ച് മിലിറ്ററി ജനറൽ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഫ്രാൻസിൻ്റെ ആദ്യ ചക്രവർത്തിയായി സ്ഥാനമേറ്റു. ലെസ് ഇൻവാലിഡസ് എന്നു പേരുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ ടോംബിനു പുറമേ ഒരു ആർമി മ്യൂസിയവും റെസ്റ്റോറൻറ്റും ഉണ്ട്. ഈ ടോംബും ഈഫൽ ടവറുമെല്ലാം സെയിൻ നദിയുടെ തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സെയിൻ നദിയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നദിയുടെ വശങ്ങളിൽ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പാരീസിൻ്റെ പ്രൗഢഗംഭീരമായ മനോഹര സൗധങ്ങൾ ഇരുകരകളിലായി കാണാവുന്നതാണ്.
ഇനി കാണുന്നതാണ് കോൺകോർഡ് സ്ക്വയർ. പാരീസിലെ ഒരു പ്രധാന പബ്ലിക് സ്ക്വയറാണ് കോൺകോർഡ് സ്ക്വയർ. നടുക്ക് തുറസായ ഒരു സ്ഥലം, അതിൻ്റെ 4 വശത്തും വൻ കെട്ടിടങ്ങൾ, അതിനെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇത്തരം ഒരുപാട് സ്ക്വയറുകൾ പാരീസിലുണ്ട്. അതിലേറ്റവും വലുതാണ് 17 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺകോർഡ് സ്ക്വയർ. കോൺകോർഡ് സ്ക്വയറിലെ ഏറ്റവും പ്രധാന ആകർഷണം ലക്സർ ഒബലിസ്ക് ആണ്. ഒബലിസ്ക് എന്ന് പറഞ്ഞാൽ സ്മാരക സ്തംഭം. അതായത് താഴെ ഒരു സ്ക്വയർ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ടേപ്പറിംഗ് ആയിട്ടുള്ള ഒരു സ്തൂപം, അതിനാണ് ഒബലിസ്ക് എന്ന് പറയുന്നത്. ലക്സർ ഒബലിസ്കിൻ്റെ നീളം ഏകദേശം 23 മീറ്ററാണ്. കോൺകോർഡ് സ്ക്വയറിൽ 2 ഫൗണ്ടനുകളുമുണ്ട്. കൂടാതെ നിരവധി ഹോട്ടലുകളും ചർച്ചും നേവി മിനിസ്ട്രി ഓഫീസും എല്ലാം ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തതൊരു സ്ട്രീറ്റാണ് ചാംസ് എലിസി. കോൺകോർഡ് സ്ക്വയറിൽ നിന്നും ആർക്ക് ഡെ ട്രയംഫയിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു സ്ട്രീറ്റാണ് ചാംസ് എലിസി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട കമേഴ്ഷ്യൽ സ്ട്രീറ്റാണിത്. ആർക്ക് ഡെ ട്രയോംഫെ ഇത് പാരീസിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിൽ ഒന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലും നെപ്പോളിയൻ യുദ്ധങ്ങളിലും ഫ്രാൻസിന് വേണ്ടി പോരാടി മരിച്ചവരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണിത്. എല്ലാ ഫ്രഞ്ച് വിജയങ്ങളുടെയും ജനറൽമാരുടെയും പേരുകൾ അതിൻ്റെ പ്രതലങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിന് 50 മീറ്റർ ഉയരമുണ്ട്. പുറമേ നിന്ന് കാണുന്നത് കൂടാതെ 22 മീറ്റർ താഴ്ചയിലേക്ക് നിലവറകളുമുണ്ട്. അടുത്തതായി ഞങ്ങൾ പോയത് ട്രൊക്കാഡെറോയിലേക്കാണ്. പാരീസിലെ തുറസായ ഒരു പ്രദേശമാണിത്. ഈഫൽ ടവറിൻ്റെ എതിർവശത്തായി സെയിൻ റിവറിൻ്റെ മറുകരയിലാണിത്. ഈ പ്ലേസ് സന്ദർശകർക്ക് ഈഫൽ ടവറിൻ്റെ വ്യക്തമായ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒരു പാലസും കുറേ മ്യൂസിയങ്ങളും ഒരു ഭൂഗർഭ അക്വേറിയവുമുണ്ട്. അടുത്തതായി ഞങ്ങൾ പോയത് ലൂവെ ഗ്ലാസ് പിരമിഡ് കാണാനാണ്. ലൂവെ സ്ക്വയറിൻ്റെ നടുക്കായിട്ടാണ് ലൂവെ ഗ്ലാസ് പിരമിഡ്. ചൈനീസ് അമേരിക്കൻ വാസ്തുശില്പിയായ IM പെയ് രൂപകൽപ്പന ചെയ്ത ഒരു വലിയ ഗ്ലാസ് മെറ്റൽ ഘടനയാണ് ലൂവെ പിരമിഡ്. ലൂവെ സ്ക്വയറിൽ ലൂവെ കൊട്ടാരത്തിൻ്റെ പ്രധാന മുറ്റത്താണ് പിരമിഡ്. ഇതുകൂടാതെ 3 ചെറിയ ഗ്ലാസ് പിരമിഡുകളും ഇവിടെയുണ്ട്. വലിയ പിരമിഡ് ലൂവെ മ്യൂസിയത്തിലേക്കുള്ള പ്രധാന കവാടമായി വർത്തിക്കുന്നു. മ്യൂസിയത്തിൻ്റെ ഭൂഗർഭ സന്ദർശക ഹാളിലേക്ക് വെളിച്ചം കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു. ഈ കവാടത്തിലൂടെ കടന്ന് താഴെ സന്ദർശക ഹാളിലൂടെ ലൂവർ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇനി ലൂവർ സ്ക്വയർ ഒന്ന് ചുറ്റിക്കണ്ടു നോക്കാം. അടുത്തതായി നോട്രെഡാം കത്തീഡ്രൽ. പാരീസിലെ ഒരു റോമൻ കത്തോലിക്ക ദേവാലയമാണ് നോട്രെഡാം. ലോകത്തിലെ തന്നെ ആദ്യ ദേവാലയങ്ങളിൽ ഒന്നാണിത്. ഇതിന് 128 മീറ്റർ നീളവും 69 മീറ്റർ ഉയരവുമുണ്ട്. പാരീസ് സിറ്റിയുടെ സിമ്പിളായിട്ടാണ് ഇതറിയപ്പെടുന്നത്. നോട്രെഡാം എന്ന് വെച്ചാൽ അവർ ലേഡി എന്നാണ് അർത്ഥം.
അവർ ലേഡി ഓഫ് പാരീസ്, അതായത് മദർ മേരി. ഈ ചർച്ചിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് അതിൻ്റെ മുന്നിലെ 2 ബെൽ ടവേഴ്സും സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോസുമാണ്. ഇനി പാരീസിലെ ചില നഗര കാഴ്ചകൾ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ നമസ്കാരം.